ഹലോ എവരി വൺ. അപ്പോൾ നിങ്ങളിപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കോഴ്സ് പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുന്ന ഒരു സമയമാണിത് അല്ലേ. സോ അപ്പം മിക്ക കുട്ടികളും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ തന്നെ ഡിഗ്രിക്കൊക്കെ ഇപ്പോൾ ജോയിൻ ചെയ്ത് കാണും, അല്ലെങ്കിൽ ആ ഒരു കരിയറിലേക്ക് പോയിട്ടുണ്ടാകുന്നതാണ് സാധ്യത കൂടുതൽ. പക്ഷെങ്കിൽ നമ്മൾ അങ്ങനെയല്ല, നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ വേണം എന്നൊരു ആഗ്രഹത്തോടെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് നമ്മുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുക എന്നുള്ളത്, അതായത് നമ്മുടെ IIT NIT എന്ന് പറയുന്നത്. സോ എന്തിനാണ് ഇവിടെ നമ്മൾ പഠിക്കണമെന്ന് പറയുന്നത്? നമ്മൾ സാധാരണ ഒരു ഡിഗ്രി കോഴ്സോ അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ടൊരു BTech കോഴ്സ് സാധാരണ ഒരു പ്രൈവറ്റ് കോളേജിലോ പഠിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. സോ നമുക്കറിയാം, നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത് അല്ലേ. നല്ലൊരു കരിയർ സെറ്റാക്കണം എന്നുള്ളതാണ്. ജോലി, സാലറി, ഇതാണ് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത്. അപ്പം അത് ഏറ്റവും നല്ല രീതിയിൽ കിട്ടുന്നൊരു സ്ഥാപനമുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് അല്ലേ. സോ അതിനുള്ളൊരു ബെറ്റർ ഓപ്ഷനാണ് JEE മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ എക്സാം. JEE മെയിൻ എക്സാം എഴുതി നമ്മൾ NITസിലും അതുപോലെ JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതി നമ്മൾ IITസിലും കയറുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കരിയർ ഓപ്ഷനാണ് അവിടെയുള്ളത്. സോ ഇതിലേക്ക് എത്തുക എന്നുള്ളത് എങ്ങനെയാണ്? നമുക്ക് സാധാരണ വീട്ടിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എത്താൻ സാധിക്കുമോ? വീട്ടിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാലും എത്താൻ സാധിക്കും, പക്ഷേ പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി പാറ്റേൺ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പഠനം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെൽപ്പ് കൂടിയേ തീരൂ അല്ലേ. സോ പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽസ് വേണം, പ്രോപ്പറായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ വേണം, പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് വേണം. ഇതൊക്കെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്കറിയത്തുള്ളൂ എന്തൊക്കെയാണ് അതിനകത്ത് പോരായ്മകൾ നിങ്ങൾ വരുത്തിയിരിക്കുന്നത്, അത് മാറ്റാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി സ്കൂളിൽ നമ്മൾ പഠിച്ച ഒരു കോൺസെപ്റ്റ് വെച്ച് മാത്രം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്താൽ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും നേടാൻ സാധിക്കുമോ? നമുക്കറിയാം, സ്കൂളിൽ നമ്മൾ ഓരോ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസും വളരെ ലെങ്തി ആയിട്ടുള്ള എലാബറേറ്റ് ആയിട്ടുള്ള മെത്തേഡിൽ ചെയ്തിട്ടാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. പക്ഷേ എൻട്രൻസിന് ആ ഒരു അപ്രോച്ച് നമുക്ക് സാധ്യമേ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നമുക്ക് വേണം. കോൺസെപ്റ്റ് മനസ്സിലാക്കി വളരെയധികം ഷോർട്ട് കട്ടുകൾ മനസ്സിലാക്കി ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. അപ്പം ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഒരു കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് ഞാൻ ജോയിൻ ചെയ്തിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യണം, വേണോ വേണ്ടയോ എന്നുള്ളൊരു ആലോചനയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ സമയം പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. സോ നിങ്ങൾ ഒരു കോഴ്സിനെ ജോയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ എൻട്രൻസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയം അതിക്രമിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വൈസായിട്ടൊരു ഡിസിഷൻ എടുക്കുക. സോ വീട്ടിൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്ന് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ വേറെ ഒന്നും എനിക്ക് പോയി പഠിക്കാൻ താല്പര്യമില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് പഠിച്ച് JEE ക്രാക്ക് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സൈലത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബാച്ചാണ് നമ്മുടെ ഓൺലൈൻ ധീര ബാച്ച് എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ടുണ്ട് വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാം, പഠിച്ച് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നത് സൈലത്തിൻ്റെ ആപ്പിലൂടെയാണ്. സൈലം ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്പിലൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സസ് കാണുന്നത്. അപ്പം ഈ ആപ്പിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ കയറുന്നതെന്നും അതിനകത്ത് കൂടെ എങ്ങനെയാണ് നിങ്ങൾ ക്ലാസ്സുകൾ ആക്സസ് ചെയ്യുന്നതെന്നും പിന്നെ അതിനകത്ത് മറ്റുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇനി നമ്മൾ ആപ്പിലെ ഫീച്ചേഴ്സ് നോക്കാൻ പോവാണ്. സോ ഇപ്പോൾ നമ്മൾ മൊബൈലിൽ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക, മൊബൈലിലോ ടാബിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. സോ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾ എത്തും. സോ ഈ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് മൈ ബാച്ചസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മൈ ബാച്ചസ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണുന്നത് നമ്മുടെ ധീര JEE 2026 ബാച്ചാണ്. അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ബാച്ച് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ലെറ്റ് സ്റ്റഡി എന്നൊരു ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പുതിയൊരു ഇൻ്റർഫേസ് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും നോട്ടീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഷെഡ്യൂള് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വിസിബിൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ 3 സബ്ജക്റ്റിൻ്റെയും ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾ മാത്തമാറ്റിക്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഓരോ ചാപ്റ്റേഴ്സും, അതായത് നമ്മൾ എടുക്കുന്ന ഓരോ ലൈവ് ക്ലാസ്സിൻ്റെയും ക്ലാസ്സസ് റെക്കോർഡായിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അതാണ് നിങ്ങൾക്ക് ഇവിടെ ഇപ്പം ഫണ്ടമെൻറ്റൽസ് എന്ന് പറഞ്ഞ മാത്സിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ ഓരോ ക്ലാസ്സുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ക്ലാസ് റെക്കോർഡായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം നേരത്തെ എടുത്ത ലൈവിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കറസ്പോണ്ടിങ് ഇതിൻ്റെ നോട്ട്സ് എന്ന് പറഞ്ഞ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിൻ്റെ സ്ലൈഡ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇനി നമ്മൾ ഇങ്ങനെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ റെക്കോർഡായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവും.
ഇനി അത് മാത്രമല്ല, നിങ്ങളുടെ ലൈവ് ക്ലാസ്സുകളാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാവും, ഇവിടെ ഈ ഒരു സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഇന്നുള്ള ലൈവ് ക്ലാസ്സുകളെല്ലാം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ദെൻ ലൈവ് തുടങ്ങുന്ന സമയത്ത് അതിൽ ക്ലിക്ക് ചെയ്ത് നേരെ നിങ്ങൾക്ക് ലൈവ് ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ബാച്ചിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ, നമ്മൾ ബാച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാം. ഈ ഫീച്ചേഴ്സ് ഓരോന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. സോ ഇവിടെ പേൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് ഈ പേൾ എന്ന് പറയുന്നത്? അതായത് നമ്മൾ ലൈവായിട്ട് ക്ലാസ്സുകൾ കാണുന്നുണ്ട്. ഈ ലൈവ് ക്ലാസ് കാണുന്നതും റെക്കോർഡായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഇനി മറ്റൊരു ഫാക്കൽറ്റി എടുത്ത ക്ലാസ് നിങ്ങൾക്ക് കാണാമെന്നുണ്ടെങ്കിൽ, അതേ കോൺസെപ്റ്റിൻ്റെ മറ്റൊരു ഫാക്കൽറ്റി എടുത്ത ക്ലാസ് നിങ്ങൾ കാണാമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളാണ് ഈ പേൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകുന്നത്. അത് +1 ചാപ്റ്റേഴ്സും +2 ചാപ്റ്റേഴ്സും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പേളിൽ അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് മോക്ക് ടെസ്റ്റുകളാണ് ഈ ഒരു ഓപ്ഷനകത്ത് നിങ്ങൾക്ക് കാണുന്നത്. ഇനി ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓപ്ഷനുണ്ട്. ഇതാണ് മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെ പ്രിഫറൻസിന് വേണ്ടിയിട്ട് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഏത് ടോപ്പിക്കിൽ നിന്നാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ചാപ്റ്ററാണ് വേണ്ടതാ ഇവിടെ വളരെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററും അതിനകത്ത് ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനിയും അനൗൺസ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വരുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഈ കമ്മ്യൂണിറ്റിയിലായിരിക്കും നമ്മുടെ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് പോസ്റ്റ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അത് മാത്രമല്ല, ഇതിനകത്ത് ഫാക്കൽറ്റീസ് നിങ്ങളോട് എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഇതിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫാക്കൽറ്റീസിന് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ലെക്ചേഴ്സാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, എത്ര എണ്ണം റെക്കോർഡായിട്ട് വന്നിട്ടുണ്ട്, എത്ര ലൈവ് ലെക്ചർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പിന്നെ ഫാക്കൽറ്റീസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഷെഡ്യൂൾ, ഓരോ ക്ലാസ്സിൻ്റെയും ടൈം ടേബിൾസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാനും സാധിക്കും. സോ ഇത്രയും ഫീച്ചേഴ്സാണ് മെയിനായിട്ട് നമ്മുടെ ഈ ആപ്പിനകത്ത് ഉള്ളതെന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നിങ്ങൾ ഈ ആപ്പിൽ കണ്ടത്. സോ വളരെ കൃത്യമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടിക്കാണും, വീട്ടിലിരുന്നാണെങ്കിലും നമുക്ക് ഇത്രയൊക്കെ ഓപ്ഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മാനേജ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഡെഫിനറ്റ്ലി 2026 JEE ഫസ്റ്റ് ഫീസ് തന്നെ നല്ല പെർസെൻറ്റേജോട് തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.